കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. അസമിൽ പ്രളയത്തിൽ മരണസംഖ്യ 45ആയി. സംസ്ഥാനത്തെ 19 ജില്ലകളെ പ്രളയം ബാധിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുറമെ ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 5ാമത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തി. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാകേഷ്, ഈ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമാണ്. നിലവിലെ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മഴ ഇപ്പോഴും തുടരുകയാണോ? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അരുണാചൽ പ്രദേശിലും ഒപ്പം തന്നെ അസമിലും പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. ഏതാണ്ട് 19 ജില്ലകൾ, 39 ജില്ലകളിൽ 19 ജില്ലകളിലെ ഈ പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1275 ഗ്രാമങ്ങൾ, 19 ജില്ലകളിലായി 1275 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ്ട് 10,000-ലധികം ആളുകളെ ഇതിനോടകം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് സംസ്ഥാനത്തെ 8 നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ നദിയായ ബ്രഹ്മപുത്ര പലയിടത്തും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നിലവിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും അസമിൽ മാത്രമല്ല ഈ ഒരു സ്ഥിതിയുള്ളത്, അരുണാചൽ പ്രദേശിലും സമാനമായ സാഹചര്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയിൽ പാലമടക്കം അവിടെ ഒലിച്ചു പോയിരുന്നു. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ഈ പാലങ്ങളും റോഡുകളും തകർന്നുകൊണ്ട് തന്നെ അരുണാചലിന്റെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. ഈ മഴ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നതുകൊണ്ട് തന്നെ 6-ാം തീയതി വരെ സ്കൂളുകൾക്കൊക്കെ തന്നെ അരുണാചൽ പ്രദേശിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമാണ് ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യം. എന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ പലയിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. യുപിയിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭവ്യ, ശരി, നന്ദി. രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.